ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ സഹായിക്കുക തന്നെ ചെയ്യും. ആ സഹായങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ ശുക്ർ ചെയ്യൽ അടിമയുടെ കടമയാണ്. ആ ശുക്ർ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തിരുനോട്ടം കൂടുതലായിട്ടുണ്ടാവുക, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ രീത നമ്മളിലേക്ക് വരിക. അത് മനസ്സിലാക്കാത്തവരാണ് നല്ലൊരു ശതമാനവും. ശരിക്ക് സമ്പത്തും സൗഭാഗ്യവും വരുമ്പോൾ അതിൽ മതി മറന്നു പോകുന്നവരാണ് നമ്മൾ. എന്നാൽ സമ്പത്തും സൗഭാഗ്യവും എല്ലാതും ഉണ്ടായാലും അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നാൽ മക്കളെ രക്ഷപ്പെടുകയില്ല. ആ പരീക്ഷണമാണ് ഇന്ന് കടലിലും കരയിലും സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾക്കിപ്പോൾ കഠിന ചൂട് അനുഭവിക്കുന്നു. പക്ഷേ അള്ളാഹുവിനോടൊന്ന് പറയാൻ നമുക്കാർക്കും നാവ് പൊന്തുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അവയവം അനുവദിക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? നമ്മളുടെ പണമാണ്. പണം കൊണ്ട് നമ്മൾ AC വെക്കുന്നു. പക്ഷെ പടച്ചവനോട് പറയാനല്ല നമ്മൾ പോകുന്നത്. പണം കൊണ്ട് നമ്മൾ AC വെക്കുന്നു, ആ AC-ലിരുന്ന് സുഖിക്കുന്നു നമ്മൾ. എന്നിട്ടും ആധുനികതയുടെ അലങ്കാരികതയിൽ നമ്മൾ മതിമറന്നു പോവുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു കുട്ടിയെ പരിചയപ്പെടുത്താം. രോഗിയായ ഒരു കുട്ടിയാണ്. സമ്പന്നയായ അച്ഛൻ്റെയും അമ്മയുടെയും മുസ്ലിമായ ഒരു പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടിക്കിതാ ഒരു ഓപ്പറേഷൻ വന്നിരിക്കുന്നു. പല ഡോക്ടർമാരെയും സമീപിച്ചു. ഡോക്ടർമാരെല്ലാം വിധി എഴുതി ഇവിടെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. ഒടുവിൽ ലണ്ടനിൽ നിന്ന് വന്ന ഒരു മലയാളി ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോകുന്നു. അയാൾ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറാവുകയാണ്. എന്നാൽ ഇന്ന ഡേറ്റിന് നിങ്ങൾ ഓപ്പറേഷന് തയ്യാറായിക്കോളൂ. പക്ഷേ പ്രതീക്ഷയില്ല. 99% കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരും. എത്രയോ ലക്ഷങ്ങളാണ് കെട്ടിവെക്കുന്നത്. അതൊരു പ്രശ്നമല്ല അച്ഛനക്കും അമ്മയ്ക്കും. പണം തീരെ പ്രശ്നമല്ല. എന്നിട്ടും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഈ സ്കൂളിൽ വെച്ച് ഈ കുട്ടി മറ്റൊരു കുട്ടിയുമായി സംസാരിക്കുന്ന സംഭവമാണ്. ബഹു അതിശയമായിട്ടുള്ളൊരു സംഭവം. എന്താണെന്നറിയോ? ഈ കുട്ടി ഇങ്ങനെയൊക്കെയാണെങ്കിലും കുട്ടി കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ആസ്വദിച്ചും നടക്കുന്നു. കുട്ടിക്ക് യാതൊരു പ്രശ്നം. ഇടയ്ക്കൊരു പനി ഇളകും, ഇടയ്ക്കൊരു അസുഖം ഇളകും. അപ്പോൾ ഉടനെ തന്നെ ഡോക്ടറുടെ അടുക്കലേക്ക് ഓടിക്കൊണ്ടുപോകും. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം തൻ്റെ മുസ്ലിം സുഹൃത്തായ പെൺകുട്ടിയോട് ആ കുട്ടി പറയുകയാണ്, ഇതാ 2 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ഓപ്പറേഷനാണ് മോളെ, അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമോ? അപ്പോൾ ആ കുട്ടി പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമോ? നീ എൻ്റെ ജീവനല്ലേ, നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് നിന്നെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, നീ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മദ്രസയിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും അയൽവാസികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതെൻ്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആ മുസ്ലിം പെൺകുട്ടി പറയുന്നു, എന്നാൽ എൻ്റെ മോളെ, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് ദൈവങ്ങളുടെ അടുത്തൊക്കെ എന്നെയുമായിട്ട് പോയി, പല പ്രാർത്ഥനകളും നടത്തി, പല വഴിപാടുകളും നടത്തി, പക്ഷെ ഒരു രക്ഷയും കണ്ടില്ല. ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത് അവളെ രക്ഷപ്പെടുത്താൻ പ്രയാസമാണെന്നാണ്. അതാണ്. അങ്ങനെ എല്ലാവരും എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഞാൻ അവസാനിക്കാൻ പോകുന്നവളല്ലേ, അതുകൊണ്ട് ആ ഒരു സങ്കടം വെച്ചാണ് അവരെന്നെ തലോടുന്നതും എന്നോട് സംസാരിക്കുന്നതും എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും അവരൊക്കെ എന്നോട് നടിക്കുന്ന സ്നേഹം ഒരു നടനമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എൻ്റെ സുഹൃത്തായ നീ മാത്രമാണ് നടിക്കാത്ത സ്നേഹം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മോള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കാറുണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, പോരാ, എനിക്ക് എൻ്റെ ദൈവത്തെ എനിക്ക് നിങ്ങളെ പടച്ചവനെ കാണിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ മുസ്ലിം കുട്ടി പറയുന്നു, ഞങ്ങളെ പടച്ചവനെ കാണണമെങ്കിൽ മരിച്ചു പോകണം. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നു, മരിച്ചു പോയാൽ കാണുമെങ്കിൽ ഞാൻ മരിച്ചോട്ടെ ഇല്ലേ എന്ന് ചോദിക്കുന്നു. അത് വേണ്ട മോളെ, നീ മരിക്കാൻ വേണ്ടി നിനക്ക് ആഗ്രഹിക്കാൻ പറ്റൂല. എന്നെയും നിന്നെയും ഒക്കെ പടച്ചവന് സമയമാവുമ്പോഴാണ് മരിപ്പിക്കൽ. അങ്ങനെ നല്ലപോലെ മരിച്ചാൽ മാത്രമേ പടച്ചവനെ കാണലും സ്വർഗം കട്ടലും ഒക്കെ ഉള്ളൂ. അല്ലെങ്കിൽ സ്വർഗം കിട്ടൂല, പടച്ചവനെയും കാണൂല. അതുകൊണ്ട് എൻ്റെ മോളെ എൻ്റെ റബ്ബ് രക്ഷപ്പെടുത്തും എന്ന് പറയുമ്പോൾ ആ മുസ്ലിം കുട്ടി പറയുന്നു, എൻ്റെ റബ്ബ് എന്ന് മാത്രം പറയല്ലേ, നമ്മൾ സുഹൃത്തുക്കളല്ലേ, നമ്മളെ റബ്ബ് എന്ന് പറഞ്ഞോ, നമ്മളെ പടച്ചവൻ എന്ന് പറഞ്ഞോ. എനിക്ക് ഒരുപാട് കാലമായിട്ട് ആഗ്രഹമാണ് നിങ്ങളെ പടച്ചവനെന്ന് കാണാൻ.
എൻ്റെ പടച്ചോൻ എവിടെയാണ് ഉണ്ടാവുക എന്ന് മുസ്ലിം കുട്ടിയോട് അവൾ ചോദിക്കുന്നു. മുസ്ലിം കുട്ടി പറയുന്നു, മനസ്സിലാണ് പടച്ചോനുള്ളത്, മനസ്സിലാണ്, ആ ഹൃദയത്തിലുണ്ട്. അപ്പോൾ മുസ്ലിം പെൺകുട്ടി ചോദിക്കുന്നു, പടച്ചോന് ഹൃദയത്തിലുണ്ടല്ലേ? അതാണ് എൻ്റെ പ്രതീക്ഷ. നിൻ്റെ റബ്ബും എൻ്റെ റബ്ബും ഒക്കെ ഒന്നാണെന്നല്ലേ മോള് പറഞ്ഞത്, നീ പറഞ്ഞത്. അപ്പോൾ പടച്ചോന് മനസ്സിലുണ്ടല്ലോ, അപ്പോൾ എൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടല്ലോ പടച്ചോന്. എനിക്ക് പടച്ചോനെ കാണാൻ പറ്റുമോ? അവൾ പിന്നെയും ചോദിക്കുന്നു, നമ്മളെ കാണാൻ ഹൃദയം പുറത്തേക്ക് എടുത്താൽ പിന്നെ നമ്മളെങ്ങനെ കാണുക? അപ്പം നമ്മുടെ ജീവൻ പോയില്ലേ, നമ്മളെ ബോധമില്ലല്ലോ, പിന്നെ നമ്മൾ കാണൂലല്ലോ എന്ന് കുട്ടിയോട് പറയുന്നു. മുസ്ലിം കുട്ടി പറയുന്നു, അങ്ങനെ കാണാൻ പ്രയാസമല്ലേ? അങ്ങനെ ഈ കുട്ടിക്ക് വല്ലാത്ത ഒരാഗ്രഹമാണ് അന്ന് മുതൽ. കുട്ടിക്ക് ഈ രോഗിയായ മുതൽ കുട്ടിക്കുള്ള പ്രാർത്ഥനയാണ് തൻ്റെ ദൈവത്തെ കാണണം. കാണുന്ന ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചു. കാണുന്ന മക്ബറകളിലും കാണുന്ന പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലുമൊക്കെ പോയി. എന്നിട്ടും എൻ്റെ അച്ഛന് ഒരുപാട് പണം ചെലവഴിച്ചു. എൻ്റെ അച്ഛനക്ക് 100 പണിക്കാരൊക്കെ ഉണ്ട്, വലിയ ബിസിനസ്സാണ്, പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല എന്ന് ആ മുസ്ലിം കുട്ടി പറയുന്നു. അങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻ അടുത്ത് വരികയാണ്. ഡോക്ടർ കുട്ടിയെ ലണ്ടനിൽ നിന്ന് വരുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറുടെ ഓപ്പറേഷനാണ് നടക്കാൻ പോകുന്നത്. കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തിയപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് മോൾക്ക് ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് നല്ലൊരു ആഗ്രഹമുള്ളത്? എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു മുസ്ലിം പെൺകുട്ടി, അവളെ ഒന്ന് കാണണം. ഉടനെ തന്നെ ആ കുട്ടിയെ കൊണ്ടുവന്ന് അവളുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയുന്നു, മോള് അവളുടെ മുന്നിലെത്തുമ്പോൾ കരയരുത്, അവളോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കണം. ആ കുട്ടി സങ്കടപ്പെട്ട് മനസ്സിൽ നിന്ന് പൊട്ടാൻ പോകുന്ന കരച്ചിൽ അവിടെ അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ അടുക്കൽ ചെന്നു. ഒരു ഇളം പുഞ്ചിരിയാൽ പുഞ്ചിരിച്ചു. ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ചോദിച്ചു, നിനക്ക് സുഖമല്ലേ? നീ രക്ഷപ്പെടും, നീ പ്രതീക്ഷയിൽ. അപ്പോൾ അവൾ പറയുന്നു, നിന്നോട് പറഞ്ഞൊരാഗ്രഹമില്ലേ എനിക്ക്, ആ ആഗ്രഹം ഞാൻ ഡോക്ടറോട് പറയൂട്ടോ. അപ്പോഴും അവൾ പറയുന്നു, നീ പറഞ്ഞോ എന്ന് പറയുന്നു. എന്നാൽ ഡോക്ടർ യുക്തിവാദിയാണ്. ഡോക്ടർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു ഡോക്ടറാണ് ഓപ്പറേഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഈ കുട്ടിക്കാണെങ്കിൽ ദൈവത്തിൽ വളരെ പ്രതീക്ഷയുമാണ്. അങ്ങനെ ആ മുസ്ലിം പെൺകുട്ടി ഈ കുട്ടിയെ സന്ദർശിച്ച ശേഷം പുറത്തേക്ക് പോയി. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നു, ഇനി എന്താ മോൾക്ക് ആഗ്രഹം? കുട്ടി പറയുന്നു, എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളുടെ കാതിൽ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ കാതിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ പടച്ചോനൊന്ന് കാണണം, അത് ഹൃദയത്തിലുണ്ടെന്നാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ അവളെ കാണാൻ ആഗ്രഹിച്ചത്. അവളെ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അവരെ മദ്രസയിലൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവളെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാണ് ദൈവമുള്ളത്. അതുകൊണ്ട് മനസ്സിലുള്ള ദൈവത്തെ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റൂല എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ഡോക്ടർ കാണുമല്ലോ. ഡോക്ടർ ഹൃദയം പുറത്തെടുക്കുമ്പോൾ, ആ ഹൃദയം തുറക്കുമ്പോൾ ആ ഹൃദയത്തിൽ എവിടെയാണ് പടച്ചോൻ ഇരിക്കുന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം ഓപ്പറേഷൻ കഴിഞ്ഞാൽ. ഡോക്ടറല്ലേ പറഞ്ഞ് ഓപ്പറേഷത്തിൽ വിജയിക്കുമെന്ന്. അപ്പോൾ വിജയിച്ച് എനിക്ക് ബോധം വരുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞു തരണം. അല്ലെങ്കിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ മോൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു, അത് ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. ഈ കുട്ടിയുടെ സംസാരങ്ങൾ ആ സിസ്റ്റർമാരും എല്ലാവരും കേട്ട് അതിശയപ്പെട്ടു. വല്ലാത്തൊരു വിശ്വാസം, കുട്ടിയുടെ ഉള്ളിലുള്ള വിശ്വാസം, കുട്ടിയുടെ മറ്റുള്ളൊരാഗ്രഹവുമില്ലേ, ദൈവം 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 എന്ന് തന്നെയാണ് കുട്ടിയുടെ ആഗ്രഹം. പ്രതീക്ഷയാണ് കുട്ടിക്ക്. ബിനസ്റുല്ലാഹി അൻസുറു മൻ യശാ, അവൻ ഉദ്ദേശിച്ചവരെ അവൻ തീർച്ചയായിട്ടും സഹായിക്കുമെന്നല്ല പറഞ്ഞത്. അങ്ങനെ ഓപ്പറേഷന് കുട്ടിയുടെ നെഞ്ചി വിളർത്തി, കുട്ടിയുടെ ഹൃദയം തുറക്കുകയാണ്. ഹൃദയം തുറക്കുന്ന അവസരത്തിൽ ഹൃദയത്തിൻ്റെ വാൽവിലേക്ക് ഒരു തുള്ളി രക്തം വരുന്നില്ല, രക്തസഞ്ചാരം നടക്കുന്നില്ല. ഡോക്ടർ ടെൻഷനിലായി. ഡോക്ടർ ആ ഓപ്പറേഷൻ പകുതിയുമായപ്പോൾ ഡോക്ടർ പ്രതീക്ഷയില്ല എന്ന് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു. എന്നിട്ടും പ്രതീക്ഷയറ്റ് ഡോക്ടർ വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഡോക്ടർക്ക് ഓർമ്മ വരുന്നത്, അല്ല, തൻ്റെ ഈ പേഷ്യൻ്റ്, ഈ ചെറിയ കുട്ടിയാണോ എന്നോട് പറഞ്ഞത് ദൈവത്തിനെ കാണും, ഹൃദയത്തിൽ ദൈവമുണ്ടെന്ന്. അതെവിടെയാണ്? എനിക്കതിനൊന്ന് കാണണം.
എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ആ ഓപ്പറേഷനിലേക്ക് അയാളൊന്ന് വളരെയധികം പണിപ്പെട്ട് നോക്കി. അങ്ങനെ യഥാ ഓപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് വാൽവിലൂടെ ഒരു തുള്ളി രക്തം കടന്നു വരികയാണ്. ഇത് കണ്ടപ്പോൾ ഡോക്ടർ നെറുകിൽ കൈവച്ചു. എല്ലാ പ്രതീക്ഷയും നശിച്ചു. എല്ലാ പ്രതീക്ഷയും മറ്റുപോയ സമയത്തിതാ ഒരു തുള്ളി രക്തഓട്ടം നടന്നിരിക്കുന്നു. ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ദൈവം. ഇവിടെ ദൈവത്തിൻ്റെ കൈകളാണ് കണ്ടത്. ദൈവത്തിൻ്റെ കൈകൾ കണ്ടു. ഇനി എങ്ങനെയാണ്, ഇതിലും അപ്പുറം എങ്ങനെയാണ് സൃഷ്ടി ലോകത്ത് അള്ളാഹുവിനെ കാണിച്ചു തരിക? ഈ ഓരോരോ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടല്ലേ അള്ളാഹുവിനെ കാണുന്നത്. ഈ ദൃഷ്ടാന്തം കണ്ടയുടനെ അയാൾക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. സന്തോഷത്തിൻ്റെ കണ്ണുനീര്. എല്ലാ സിസ്റ്റർമാരുടെയും മുഖത്തേക്ക് നോക്കി അവരെല്ലാവരും കണ്ട് സന്തോഷം കൊണ്ട് തുള്ളി. അങ്ങനെ ഓപ്പറേഷൻ വിജയകരമായി സമാപിച്ചു. ഉടനെ തന്നെ ഡോക്ടർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷമായി കുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മോൾക്ക് ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, അവളുടെ ദൈവത്തെ കാണണമെന്ന്. ആ ദൈവത്തെ കണ്ടു. ദൈവത്തെ ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ വിശ്വസിക്കാത്ത ഒരു സംഭവമാണത്. ഇത്രയും ശക്തിയായ, ഇത്രയും പ്രതീക്ഷയറ്റ ഒരു കുട്ടിയെ ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. പലതും കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ടാണ് രക്ഷപ്പെടുന്നത്. ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്ന് എല്ലാം അവസാനം പണവും നഷ്ടപ്പെട്ട് ജീവനും നഷ്ടപ്പെട്ട് അവർ നിരാശരായി മടങ്ങുകയാണ് പതിവ്. എന്നാൽ സന്തോഷം കൊണ്ട് തുള്ളി. ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ആ മുസ്ലിം കുട്ടിയാണ് എന്ന് മാതാപിതാക്കൾ അച്ഛനും അമ്മയും പറഞ്ഞു. അപ്പോൾ ആ കുട്ടി വീണ്ടും ഓപ്പറേഷൻ കഴിയുന്നത് വരെ ആ മുസ്ലിം കുട്ടി അവിടെ അടുത്തുണ്ടായിരുന്നു. അതിനുശേഷം അവളെ വിളിച്ചു. ഇവരുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഇവളിപ്പോൾ അബോധാവസ്ഥയിലാണ്, പക്ഷേ ഓപ്പറേഷൻ വിജയിച്ചിരിക്കുന്ന മോളെ, നീയാണ് അതിൻ്റെ കാരണക്കാരി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, അല്ല ഡോക്ടറെ, എന്നേക്കാൾ ശക്തിയായ വിശ്വാസമായിരുന്നു ദൈവത്തിൽ, എന്നേക്കാൾ കൂടുതൽ പ്രതീക്ഷയായിരുന്നു ദൈവത്തിൽ അവൾക്ക്, അള്ളാഹുവിൽ. അള്ളാഹുവാണ് അവരെ രക്ഷപ്പെടുത്തിയത് എന്ന് അവൾ പറയുന്നു. അവൾക്കും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ആ ഓപ്പറേഷൻ അവസാനിച്ചു. ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി. ആ ഡോക്ടറുടെ സുഹൃത്തുക്കളോട് കൂട്ടത്തിൽ ചെന്നുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നു. ആ ഒരു കുട്ടി കാരണം ഞാൻ നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ ആ കുട്ടി കാരണം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഉൾക്കിടലമുണ്ടായിരിക്കുന്നു. ഞാൻ എന്താണെന്നറിയില്ല. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ലീവ് എടുത്ത് പോവുകയാണ്. അദ്ദേഹം പോലും ദൈവവിശ്വാസിയായി തീരുകയാണ്. ഇതാണ് ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞത് മുസ്ലിമോടും യാ അയ്യുഹന്നാസ് എന്നാ വിളിച്ചത്, ജനങ്ങളെ എന്നാ വിളിച്ചത്. അള്ളാഹു എല്ലാ മനുഷ്യരോടും പറഞ്ഞതാണ്, ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ചാൽ ദൈവം രക്ഷിക്കും. അതാണ് അള്ളാഹു എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഒരു ചെറിയ മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടി. ഈ മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഇത്രയും വലിയ വിശ്വാസം ഉണ്ടാവാൻ കാരണം ഇസ്ലാമിക പഠനമാണ്, മദ്രസയിലെ പഠനമാണ്. നമ്മളെ പെൺകുട്ടികളെ ഉപരിപഠനത്തിന് വിടുന്നില്ല. മദ്രസ വലിയ പഠന ക്ലാസ്സുകളിലേക്ക് വിടുന്നില്ല. അത് വിട്ടില്ല എങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് അറിവില്ലായ്മയാണ്. കുട്ടികൾ ഇന്ന് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാൽ മതിയാവില്ല. വലിയ ക്ലാസ്സുകളിൽ കുട്ടികൾ പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് അത് ഭവിഷ്യത്ത് നേരിടും. അതുകൊണ്ട് കുട്ടികളുടെ വഴികേടിനെ നമ്മൾ തിരിച്ചറിയണം. കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. തലമുറകളെ ചീത്തയാക്കുന്നത് നമ്മളാണ്, നന്നാക്കുന്നത് നമ്മളാണ്. നന്നാക്കാനുള്ള വഴികളെ നമ്മൾ തേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.